ഇന്നിപ്പോൾ വിശദമായി നോക്കുകയാണ്. കേരളത്തിൽ കാലവർഷം എത്തി. ഇത്തവണ സാധാരണയേക്കാൾ 3 ദിവസം വൈകിയാണ് സംസ്ഥാനത്ത് കാലവർഷം എത്തുന്നത്. ഇന്ന് 6 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. മറ്റു ജില്ലകളിലും ശക്തമായ മഴയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് നിതിൻ ചേരുന്നു. നിതിൻ, അങ്ങനെ കാലവർഷം എത്തി വൈകിയാണെങ്കിൽ പോലും എങ്ങനെയാണ് തീവ്രത എത്രത്തോളമുണ്ട്? പരക്കെ മഴയുണ്ടോ? നിതിൻ, എവിടെയെങ്കിലും നാശനഷ്ടങ്ങളോ അനിഷ്ട സംഭവങ്ങളോ അത്തരത്തിൽ മഴയെ തുടർന്ന് മഴക്കെടുതിയുടെ ഭാഗമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? 14 ജില്ലകളിലും മഴ പെയ്തു തുടങ്ങിയോ? ഹലോ, 6 ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പ്. എന്താണെങ്കിലും മറ്റ് ജില്ലകളിലും മഴ ശക്തമാണ് എന്നാണ് വിവരം ലഭിക്കുന്നത്. കാലവർഷം അത് സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. അതിതീവ്രമായിട്ടുള്ള മഴ 6 ജില്ലകളിലുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിവരം. എന്താണെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിലും മഴ കൂടുതൽ ശക്തി പ്രാപിക്കും. കാലവർഷം പൂർണ്ണമായും കേരളത്തിലേക്ക് എത്തി എന്നുള്ള വിവരമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. കേരളത്തിൽ നേരിയ താമസത്തിന് ശേഷം കാലവർഷം എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ എമ്പാടും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ റിപ്പോർട്ട് പുറത്തു വന്നത്. അതിൽ 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലാണ്, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, എൽനീനോ പ്രതിഭാസം ഈ മാസം ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ ഉണ്ടാകുമെന്നാണ് മറ്റൊരു റിപ്പോർട്ട്. ഈ എൽനീനോ എന്ന് പറയുന്നത് പസഫിക് സമുദ്രത്തിലെ ജലം അതിശക്തമായി ചൂടാകുന്നതാണ് എൽനീനോ പ്രതിഭാസം. ഇത് കാരണം കേരളത്തിലെ മഴയ്ക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന അളവിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ കുറവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് കാലവർഷമെത്തി. 6 ജില്ലകളിലുണ്ട് പ്രധാനപ്പെട്ട മഴ മുന്നറിയിപ്പ്. മറ്റു ജില്ലകളിലും മഴ ശക്തി പ്രാപിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.